തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ പൊതുശൗചാലയം വൈകുന്നേരത്തിന് ശേഷം അടച്ചിടുന്നു. ജനങ്ങൾ ദുരിതത്തിൽ. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ പൊതുശൗചാലയം വൈകുന്നേരം 6 മണിക്ക് ശേഷം അടച്ചിടുന്നതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ തിരൂരങ്ങാടി ടുഡേ വാർത്ത നൽകിയിരുന്നു. എന്നാൽ അത്തരം കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അത്തരം സാഹചര്യമുണ്ടായാൽ നടപടിയെടുക്കുമെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിരുന്നുവെങ്കിലും പൊതുശൗചാലയം അടച്ചിടുന്നത് തുടരുകയാണ്. ഇതോടെ രോഗികൾക്കും അവരെ അനുഗമിക്കുന്നവർക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. വൈകുന്നേരം 6 മണിക്ക് അടച്ചിടുന്ന പൊതുശൗചാലയം രാവിലെ 7:30 ശേഷമാണ് തുറന്നു നൽകുന്നത്. വൈകുന്നേരങ്ങളിൽ ജനറൽ ഒപിയിലും മറ്റ് അത്യാവശ്യ സേവനങ്ങൾക്കുമായി ആശുപത്രിയിലെത്തുന്ന സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ എന്നിവർക്ക് ഈ നടപടി ഏറെ പ്രയാസമുണ്ടാക്കുന്നു. മാത്രവുമല്ല, ദിനംപ്രതി 2000-ലധികം രോഗികൾ എത്തുന്ന താലൂക്ക് ആശുപത്രിയിൽ OP ടിക്കറ്റ് എടുക്കാൻ അതിരാവിലെ തന്നെ രോഗികളടക്കം എത്താറുണ്ട്. ഇവർക്കും അധികൃതരുടെ ഈ നടപടി വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഇന്ന് രാവിലെയും ഇതുതന്നെയായിരുന്നു അവസ്ഥ. പൊതുശൗചാലയം അടഞ്ഞുകിടക്കുന്നത് മൂലം ഇവിടെ എത്തിയവർ വലഞ്ഞു. തുടർന്ന് 7:30 ശേഷമാണ് ഇത് തുറന്നു നൽകിയത്. നേരത്തെ ഓഗസ്റ്റ് 9-ന് ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് കക്കാട് കരിമ്പിൽ സ്വദേശിയും പൊതുപ്രവർത്തകരുമായ TP ഇമ്രാൻ തിരൂരങ്ങാടി നഗരസഭാ സെക്രട്ടറിക്കും താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനും പരാതി നൽകിയിരുന്നു. എന്നാൽ ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ ബുദ്ധിമുട്ടിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന നടപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആശുപത്രിയിലെ പൊതുശൗചാലയം വൈകുന്നേരത്തിന് ശേഷം അടച്ചിടുന്നത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു താലൂക്ക് ആശുപത്രിയിൽ പൊതുശൗചാലയം അടച്ചിടുന്ന സാഹചര്യം ദൗർഭാഗ്യകരമാണ്. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട ഈ സൗകര്യം അടച്ചിടുന്നത് ശരിയായ നടപടിയല്ലെന്നാണ് പരാതി നൽകിയിട്ടും വിഷയത്തിൽ പരിഹാരം കാണാൻ അധികാരികൾ നടപടി സ്വീകരിച്ചിട്ടില്ല. പൊതുശൗചാലയം വൈകുന്നേരങ്ങളിൽ അടച്ചിടുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് ഈ സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.